HTML ലിസ്റ്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ലിസ്റ്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം HTML ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. അതായത് നമ്മളൊരു ഐറ്റംസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആപ്പിൾ, മാംഗോ, ഓറഞ്ച്, അങ്ങനെ ഒരു കുറച്ച് ഐറ്റംസിൻ്റെ ഒരു കളക്ഷൻ, ആ ഒരു റിലേറ്റഡ് ഐറ്റംസിൻ്റെ കളക്ഷനാണ് നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് മെയിൻലി 3 ടൈപ്പാണുള്ളത്: ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. ഇപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റാണ് നോക്കുന്നത്. ഓർഡേർഡ് ലിസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആദ്യം OL എന്നുള്ള ഒരു ടാഗ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതൊരു പെയർഡ് ടാഗാണ്. ഓപ്പണിംഗ് ടാഗ്, ക്ലോസിംഗ് ടാഗ് ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ ലിസ്റ്റായിട്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിൾ, മാംഗോ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലിസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് LI എന്നുള്ള ടാഗാണ്. അപ്പോൾ ഓർഡർ ലിസ്റ്റിൻ്റെ അകത്താണ് നമുക്ക് ഈ ഓരോ ലിസ്റ്റായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ലിസ്റ്റ്, ഇപ്പം ആപ്പിൾ കഴിഞ്ഞിട്ട് ഇനി അടുത്ത എനിക്ക് ഓറഞ്ച് എന്നുള്ളൊരു ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ LI ടാഗ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോ ലിസ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ LI ടാഗ് യൂസ് ചെയ്തിട്ട് അവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇനി ഓർഡർ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു നമ്പറിങ് ഫോർമാറ്റിലായിരിക്കും വരുന്നത്. അതായത് ഇപ്പോൾ ആപ്പിൾ 1, ഓറഞ്ച് 2, അങ്ങനെ 1, 2, 3 എന്നുള്ള ഫോർമാറ്റ് ആയിരിക്കും. അല്ല നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടൈപ്പ് മാറ്റി ABCD എന്നാക്കാം, അല്ലെങ്കിൽ റോമൻ ന്യൂമറൽസ് ആക്കാം, അങ്ങനെ പല രീതിയിലാക്കാം. എങ്ങനെയാണെങ്കിലും ഇതൊരു നമ്പറിങ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആയിരിക്കും. ഇനി അൺഓർഡേർഡ് ലിസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് UL എന്നുള്ളൊരു ടാഗ് യൂസ് ചെയ്തിട്ടാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ലിസ്റ്റ് എഴുതാൻ നേരത്ത് LI എന്നുള്ള ഒരു ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ലിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും നമുക്ക് ലിസ്റ്റ് ചെയ്താം. അപ്പോൾ ഇത് രണ്ടിലും എന്താണ് വ്യത്യാസം എന്നുള്ളത് നോക്കാം. ഗ്രേപ്സ് ഏതാണ്? ഇനി ഈ അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്കൊരു പ്രത്യേക സീക്വൻസോ ഓർഡറോ നമ്പറോ ഒന്നും കാണില്ല. ഇതിന് ഓർഡർ ഇല്ല, അതാണ് അൺഓർഡേർഡ്. അതായത് ഇത് ശരിക്കും ബുള്ളറ്റ് പോയിന്റ്സ് ആയിരിക്കും ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടാകുന്നത്. ആ ബുള്ളറ്റ് പോയിന്റ്സിന് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് മാറ്റി കൊടുക്കാം. ഇപ്പോൾ സർക്കിൾ, സ്ക്വയർ, അങ്ങനത്തെ രീതിയിൽ ബുള്ളറ്റ് പോയിന്റ്സിൻ്റെ ടൈപ്പ് മാറ്റാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ബ്രൗസറിൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇനി മൂന്നാമതൊരു ടൈപ്പ് ലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ പേര് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റാണ്. അതിനെ നമ്മൾ DL എന്നുള്ളൊരു ടാഗ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ടേം ഉണ്ടായിരിക്കും ഫസ്റ്റ്, അതുപോലെ തന്നെ അതിനൊരു ഡീറ്റെയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സബായിട്ട് ഒരു 2 ടാഗും കൂടെ വരുന്നുണ്ട്. ഒന്ന് DT എന്ന് പറയുന്ന ടേം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്താം, പവർ അല്ലെങ്കിൽ വേണ്ട റോസ് എന്ന് എഴുതാം. ഇത് ടേം. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ എഴുതാൻ വേണ്ടിയിട്ട് DD എന്ന് പറയുന്ന വേറൊരു ടാഗും കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് എഴുതാം റോസ് ഈസ് എ ഫ്ലവർ എന്ന് എഴുതാം. അതായത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് DL ടാഗ്. അപ്പോൾ ഈ DL ടാഗിൻ്റെ അകത്താണ് ഈ രണ്ടും കൊടുത്തിട്ടുള്ളത്, ടേം, ഡിസ്ക്രിപ്ഷൻ. ഇനി ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം സേവ് ചെയ്യണം, സേവ് ചെയ്തിട്ട് റൺ ചെയ്യണം. ഫസ്റ്റ് ഉള്ളത് ഓർഡർ ലിസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് 1, 2, 3 എന്നുള്ളൊരു ഫോർമാറ്റിലായിരിക്കും ഇത് വരുന്നത്. രണ്ടാമതുള്ളത് അൺഓർഡേർഡ് ലിസ്റ്റ് ആയതുകൊണ്ട് ബുള്ളറ്റ് പോയിന്റ്സ് ആണ് വന്നത്. മൂന്നാമതുള്ളത് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ആയതുകൊണ്ട് ആദ്യം ഒരു ടേം എന്നിട്ട് രണ്ടാമതൊരു ഡിസ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ എന്നുള്ള രീതിയിൽ മാറ്റി ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു 1, 2, 3 എന്നുള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ ABC എന്ന് കൊടുക്കാം. അപ്പോൾ അതിന് ചെയ്യാമെന്ന് വെച്ചാൽ ഈ OL ടാഗിൻ്റെ അകത്ത് തന്നെ ടൈപ്പ് എന്നുള്ളൊരു ആട്രിബ്യൂട്ട് കൊടുക്കാം. ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് കണ്ടോ കുറേ ഓപ്ഷൻസ് കണ്ടോ. ഇതിപ്പോൾ 1 എന്നുള്ളത് അത് ഡീഫോൾട്ടായിട്ട് വരുന്നതാണ്. 1, 2, 3 എന്ന് വരും, നമ്മൾ ടൈപ്പ് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. അല്ല നമുക്ക് ക്യാപിറ്റൽ A ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാപിറ്റൽ A, രണ്ടാമത്തെ ക്യാപിറ്റൽ B അങ്ങനെ കൊടുക്കാം. ഞാൻ ഈ സ്മോൾ a സെലക്ട് ചെയ്യാം, എന്നിട്ട്
സേവ് ചെയ്ത് ഇവിടെ റൺ ചെയ്യാം. കണ്ടോ, സ്മോൾ എ സ്മോൾ ബി അങ്ങനെ വരും. അതുപോലെ ടൈപ്പ് നമുക്ക് വേറെ രീതിയിൽ മാറ്റി കൊടുക്കാം. വേണമെങ്കിൽ ടൈപ്പ് റോമൻ ന്യൂമറൽ ഈ ഐ സ്മോൾ ഐ കൊടുക്കുകയാണ്. ഇനി ഇത് റൺ ചെയ്യുന്ന സമയത്ത് 1 2 3 എന്നുള്ള രീതിയിൽ റോമൻ ന്യൂമറൽസിൻ്റെ അങ്ങനെ വരും. ഇനി ഈ ബുള്ളറ്റ്സിൽ എന്തായാലും ബുള്ളറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പ് മാറ്റാം. ഇതിപ്പോൾ നോർമൽ ബുള്ളറ്റ് പോയിന്റ്സ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു സ്ക്വയർ ആക്കാം. അപ്പോൾ അതിൽ നമുക്ക് ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ ആയിട്ടുണ്ട്. ഉണ്ടോ, ആ ഒരു സർക്കിൾ ഉണ്ടായിരുന്നത് മാറി സ്ക്വയർ ആയി. ഇനി നമുക്കൊരു സർക്കിൾ കൊടുക്കാം. സർക്കിൾ ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇത്രയാണ് ലിസ്റ്റിൽ പറയാനുള്ളത്. 3 ടൈപ്സ് ലിസ്റ്റ് ഉണ്ട്: ഓർഡർ ലിസ്റ്റ്, അൺഓർഡർ ലിസ്റ്റ്, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. താങ്ക് യു.